ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കുറച്ച് ആപ്ലിക്കേഷൻസ്, അതുപോലെ ഒരു ടെലഗ്രാം ബോട്ട്, ഒരു ലോഞ്ചർ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ ഒരു കിഡിലും ഗെയിമും ഞാൻ പറയുന്നുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയുടെ അവസാനം വരെ കാണാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോട്ടിഫയർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നോട്ടിഫയർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ വന്ന പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ മുകളിലായിട്ടൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ആപ്പ് എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ നോട്ടിഫിക്കേഷൻ വരേണ്ടത് അത് വന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വന്ന് ബിസിനസ് വാട്സപ്പാണ് കൊടുക്കുന്നത്. അതിലെ ടൈറ്റിൽ കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ പേരാണ് ടൈറ്റിലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇമോജീസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം സെറ്റ് ചെയ്യുക. ഇപ്പോൾ 2:07 ആയിട്ടുണ്ട്. സോ ഞാൻ ഇപ്പോൾ ഒരു 2:08 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ടൈം സെലക്ട് ചെയ്യുക. ഇതേപോലെ 8 കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതേപോലെ ഓക്കെ കൊടുത്തു. ദെൻ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ആയിട്ട് സേവ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോട്ടിഫിക്കേഷൻ ഇതേപോലെ വന്നിട്ടുണ്ട്. ഹായ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ, ഇതിൽ കുറച്ചധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾക്ക് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ വന്ന പ്ലേ സ്റ്റോറിലുണ്ട്. ഇതിൻ്റെ ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ രണ്ടാമത്തേന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തു, അതായത് നിങ്ങളെ ആരെങ്കിലും ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് അവരെ പോസ്റ്റ് സ്റ്റോറീസ് കാര്യങ്ങളൊക്കെ കാണണം. അതായത് അവർ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കിഡിലും ടെലഗ്രാം ബോട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ബോട്ടിൻ്റെ പേര് എന്ന് പറയുന്നത് ആക്സിമോ ബോട്ട് എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ആ ഒരു ബോട്ട് എന്ന് പറയുന്നത്. സോ ഞാൻ വന്ന ഒക്ടോബർ 12 നെയ്മറിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്ക് വന്ന് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നെയ്മറിൻ്റെ അക്കൗണ്ടിൻ്റെ ലിങ്കാണ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞ ശേഷം നെയ്മർ എപ്പോഴൊക്കെയാണോ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആ ടൈമൊക്കെ ആ ഒരു പോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ നെയ്മർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റും കാര്യങ്ങളാണ്. അതായത് ഒക്ടോബർ 12 തൊട്ട് നെയ്മർ പോസ്റ്റ് ചെയ്ത പോസ്റ്റും കാര്യങ്ങളാണ്. പോസ്റ്റ് മാത്രമല്ല സ്റ്റോറീസും എല്ലാം ഉണ്ട്. നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു ടെലഗ്രാം ബോട്ടിൽ വരും. ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് ചെയ്ത് വെച്ചാണ്. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇന്ന് അവരെന്തെങ്കിലും പോസ്റ്റോ സ്റ്റോറിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പേ, അതായത് ഏകദേശം ഒരു മാസം മുമ്പേ തന്നെ ഞാൻ ഈ ഒരു ബോട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്ടോബർ 19 പോസ്റ്റ് ഇട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ ഒക്ടോബർ 20 വന്നത് ഇട്ടിട്ടുണ്ട്. എല്ലാ പോസ്റ്റും എല്ലാ സ്റ്റോറീസും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നെയ്മറിൻ്റെ പോസ്റ്റ് പറയുന്നത്. ഒക്ടോബർ 24 ലാസ്റ്റ് പോസ്റ്റ് വന്നിട്ടുള്ളത്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ ആരെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യാത്ത പല അക്കൗണ്ട്സും നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ്, അതായത് പോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതും ഒരു ഓപ്ഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ബോട്ടിൻ്റെ യൂസർ നെയിം പറയുന്നത് ഇതാണ്, @ആക്സിമോ ബോട്ട്. ഇതാണ് യൂസർ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്താൽ ഈ ബോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്തത് പറയുന്ന ഒരു കിഡിലും ഗെയിമാണ്. കിഡിലും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു കിഡിലും ഗെയിമാണ്. നമ്മൾ PC-യിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് റിലീസായ ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൽ ഏകദേശം അതുപോലെ ഒരു ഗെയിമാണ് നമുക്ക് ഫോണിൽ കളിക്കാൻ പറ്റുന്നത്. അതുപോലത്തെ എന്ന് പറഞ്ഞാൽ മീൻസ് അത് വേറൊരു റേഞ്ചാണ്. മൊബൈലിലേക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ഗെയിം നോക്കാം. ഗെയിം ഒന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഗെയിമാണ്. അത്യാവശ്യം നല്ല GB സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഡെവിൾസ് മേ ക്രൈ എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേര് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഒരു സ്റ്റോറി മോഡ് ഗെയിമാണ്. അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന പോലെ ഇതിലും ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ടിപ്സ് മീൻസ് അതായത് ഒരു സ്റ്റോറി മോഡ് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ, അതായത് ടിപ്സ് ട്രിക്സ്, അതുപോലെ അവരുടെ സ്റ്റോറി ടെല്ലിങ് കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞുതരും. നമ്മൾ ആനിമേഷനും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഏകദേശം നമ്മൾ ആ ഒരു ബ്ലാക്ക് വിത്ത് വുക്കോങ് സ്ട്രീമും കാര്യങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഏകദേശം അതുപോലെ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അതേ ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റോറി ലൈൻ എന്നല്ല, ഒരു ഗെയിം തീമും കാര്യങ്ങളൊക്കെ അതുപോലെയാണ് വരുന്നത്. ബോസ് ഫൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിത് സ്കിപ്പ് അടിച്ച് വിടുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെ കുറേ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിലാണെങ്കിൽ നമുക്ക് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിൽ നമുക്ക് കുറച്ച് ഗൺസ് കാര്യങ്ങൾ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇതിപ്പം കുറച്ച് ലെവൽ ഞാൻ കളിച്ചു, അതാണ് ഇവിടെ എത്തിയത്. ആദ്യം നമുക്ക് ഈ ഒരു ഗണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നോർമലി ആ ഒരു ബ്ലാക്ക് വിത്ത് വുക്കോങ്ങിൻ്റെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ ഓരോ ബോസിനെ കൊല്ലുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാതെ നമുക്ക് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും, ഗൺസും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. അത്യാവശ്യം കിഡിലായിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങൾക്ക്
അത്യാവശ്യം നല്ല രീതിക്ക് ഒരു സ്റ്റോറി മോഡൊക്കെ സ്റ്റോറി മോഡ് ഗെയിമൊക്കെ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തായാലും എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണിത്. സോ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലോഞ്ചറാണ്. ലോഞ്ചറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ലോഞ്ചർ എന്നാണ്. ലോഞ്ചറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഫോൺ എന്ന് പറയുന്ന കുറേ അധികം ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ഫോൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ പല രീതിക്കും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ എവിടെയും ഡിസ്ട്രാക്റ്റഡ് ആവേണ്ട ഒരു കാര്യം തന്നെ ഫോക്കസ് ആയി കൊണ്ടുപോകാൻ പറ്റിയ ഒരു കിഡിലൻ ലോഞ്ചറാണ് ഫോക്കസ് ലോഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് ഫോക്കസ് ലോഞ്ചറിൻ്റെ ഐക്കണും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോഞ്ചറാണ് വരുന്നത്. ഇത് നമ്മൾ സെറ്റ് ആസ് ലോഞ്ചർ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഫോക്കസ് ലോഞ്ചർ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോഞ്ചർ സെറ്റായി. ഇവിടെ നിങ്ങൾക്ക് 5 ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള ഒരു 5 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ലൈറ്റ് മോഷൻ കൊടുക്കുകയാണ്. അതുപോലെ കാൽക്കുലേറ്റർ ജസ്റ്റ് ടാപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ വാട്സ് ന്യൂ കൊടുക്കുന്ന സമയത്ത് മോർ തീംസ്, അതേപോലെ ബഗ് ഫിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ടേൺ ഓഫ് ചെയ്ത് നോർമലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ നമ്മുടെ ഫോണിൻ്റെ ലോഞ്ചറിലേക്ക് തന്നെ പോകാനും പറ്റും. അതായത് നിങ്ങൾക്ക് വളരെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മറ്റ് ആപ്ലിക്കേഷൻസിലേക്കൊന്നും പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം മിനിമലാക്കിയിട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഈ ഒരു ലോഞ്ചർ പറഞ്ഞാൽ ഭയങ്കര ഒരു കിഡിലൻ ലോഞ്ചറോ ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പേര് പോലെ ഫോക്കസ് ലോഞ്ചർ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ആയി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലോഞ്ചർ എന്ന് മാത്രം. ആ ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അത്ര MB മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.